മെക്ക സൈനിക അച്ചുതണ്ടിൽ ചേരാൻ ഇറാനും ഔദ്യോഗിക ക്ഷണം സ്വീകരിക്കുന്നത് പരിഗണനയിലാണെന്ന് ഇറാൻ പശ്ചിമേഷ്യൻ മേഖലയിൽ വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കിയേക്കും. പരസ്യമായി പ്രതികരിക്കാതെ സ്ഥാപക രാജ്യങ്ങൾ. പാകിസ്ഥാൻ കരസേനാ മേധാവി അസീം മുനീർ ടെഹ്റാനിൽ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇറാൻ-US ചർച്ചകളിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥത. ധാരണാപത്രവും പാകിസ്ഥാൻ, തുർക്കി, സൗദി അറേബ്യ കരാറിന് ശേഷമുള്ള സാഹചര്യവും ഹൂതി വിഷയങ്ങളും ചർച്ചയ്ക്ക്. യുദ്ധം അന്തിമഘട്ടത്തിലേക്കെന്ന് പ്രഖ്യാപിച്ച അമേരിക്ക ഇറാന്റെ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും വിച്ഛേദിക്കും. US ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന ഭീഷണിയെ ഇറാൻ തള്ളി. ഹോർമുസിൽ ടോൾ പിരിക്കാനുള്ള കരട് നിയമത്തിന് ഇറാന്റെ അംഗീകാരം. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന മന്ദിരം പുനർനിർമ്മിക്കാൻ പാക് സർക്കാർ തവണകളായി 25 കോടി രൂപ നൽകിയെന്ന് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്ന കെട്ടിടത്തിന് വലിയ രീതിയിൽ അറ്റകുറ്റപ്പണികൾ. ആസ്ഥാന മന്ദിരത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയായതായും റിപ്പോർട്ടുകൾ. തുർക്കിയിൽ നിന്ന് ആയുധങ്ങൾ പാകിസ്ഥാനിലേക്ക് എത്തിയതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. 3 ദിവസങ്ങളായി തുർക്കിയുടെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലേക്ക് തുടർച്ചയായി അസാധാരണ സർവീസുകൾ നടത്തി. അസാധാരണ സൈനിക നീക്കമെന്ന ഇന്റലിജൻസ് ഏജൻസികൾ. വൻതോതിൽ ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും കൈമാറിയതായി സംശയം. ചൈനയുമായി അതിർത്തി തർക്കം ചർച്ച ചെയ്യാൻ ഇന്ത്യ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ബീജിംഗിലേക്ക്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ചർച്ച. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അടുത്ത മാസം ഇന്ത്യയിലേക്ക്. വീണ്ടും സമരമുഖത്തേക്ക് CJP. തുടർ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ദേശീയ വർക്കിംഗ് കമ്മിറ്റി യോഗം ഇന്ന്. ED കേസ് പ്രതികളുടെ പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ നടപടി. വീഴ്ച വരുത്തിയ 6 പേരെ AR ക്യാമ്പിലേക്ക് മാറ്റും. SHOയുടെ കാര്യത്തിൽ തീരുമാനം പിന്നീട്. വീണ്ടും മഴ കനക്കും. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെയും പരക്ക മഴയ്ക്കു സാധ്യത. ഓണലഹരിയിലേക്ക് മലയാളികൾ. നാളെ ഉത്രാടം. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കം. ഓണപൂജകൾക്കായി ശബരിമല നട വൈകിട്ട് തുറക്കും.